ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നൃത്തം കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ല. ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂട് തന്നെ. ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദമുണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൻ. നല്ല പറ. ആരോളാ അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റ് കൊള്ളാൻ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണൂല്ലോ. എന്നിട്ടും വേണോ ഈ ഇളക്കം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ, ചാലസുന്ദരം! ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീണ്ടത് ആലുവ പുഴയിൽ അമ്പുജാക്ഷിമാർ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു.
ആഹാ, ഒരു കവിത പോലെയുണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അതെ. അയ്യോ തോക്ക് വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാം കൂടി എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിലിത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്കൊന്നും ചെയ്യണ്ട. അതാ നല്ലത്, അതാ നല്ലത്. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്. പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം, അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കുവോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണ്ട, നമ്മൾ എടുത്ത് ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഓഫീസറുണ്ട്, അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉത്തരവാദിത്തമില്ലാത്ത നായ്ക്കൾ. മറ്റുള്ളവർ കാണുന്നത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നതാ. അതെ, പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാർ. നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചത്. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടുകിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, 2 ചോട്ടാ കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ, ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഒപ്പ്. വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ദൈവം. അയ്യോ, ചതിച്ചല്ലോ. എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള മുങ്ങിച്ചത്ത രുദ്രംപിള്ള ആയല്ലോ മറച്ചോനെ. പോയി അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവരും.
ഇവരിതെങ്ങോട്ടാ? എങ്ങോട്ടായാലും ഇത്തവണയും വിടില്ല. ആത്മഹത്യ പിന്നെ ചെയ്യാം. ആ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മേഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്നലെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ അകത്തുണ്ട്. ചേട്ടാ, ഞാനും ഉണ്ട്. ചേട്ടാ, കൂട്ടരുത് കൂട്ടരുത്, തുറക്കു തുറക്കും. ആ, ഇനി അടച്ചു ചേട്ടാ. വെളുപ്പാ. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എന്താ എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലവ്ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു. അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട. ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ്ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്ത് അവരുടെ കുടുംബം നന്നാക്കാനല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്ക് അവരെ മോചിപ്പിക്കാൻ. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. പിന്നെ അന്നോ ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന ഒരുത്താൻ ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം. ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തേ? കമോൺ.